ഹലോ എവരി വൺ, അസ്സാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ തന്നെ അതാ കോളേജിലേക്ക് പോയി ഇങ്ങോട്ട് നിൽക്കുകയാണ്. ഈ ഒരു ബസ്സിൽ കയറിയാൽ നമ്മുടെ തലവേദന ഉറപ്പായിട്ട് ഇളകും എന്ന് പറഞ്ഞാൽ ഇളകും. പിന്നെ എനിക്ക് ഇവിടെ നിന്ന് എൻ്റെ വീട്ടിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ടുള്ള ബസ് ആയതുകൊണ്ട് മാത്രം ഞാൻ അതിൽ സൈറ്റ് പിടിച്ച് കയറുകയാണ്. അങ്ങനെ അതാ അവിടെ നേരെ അവിടെ എത്തി ബസ് സ്റ്റോപ്പിൽ കുറച്ച് നേരം ഒരു 5 മിനിറ്റ്സ് ഇരുന്നിട്ടുള്ളൂ. ഷാനാസിനെ കാത്തിരിക്കുകയായിരുന്നു. ഓള് കുണ്ടുപറമ്പ് ആ ഒരു വഴിയിൽ നിന്ന് വരുന്നതിനെ കൊണ്ട് ഓൾക്ക് ബസ് ഇറങ്ങിയിട്ട് കുറച്ച് നടക്കാനുണ്ട്. ഓളെ ബസ്സും എൻ്റെ ബസ്സും സെയിം ടൈമാണ് ബസ് സ്റ്റോപ്പിലെത്തുക. പക്ഷെ ഓൾക്ക് കുറച്ച് നടക്കാനുണ്ട്, എനിക്ക് നടക്കാനില്ല. ബസ് സ്റ്റോപ്പിൽ ചെക്കന്മാരൊക്കെ ഉണ്ടാവും. അപ്പം നമ്മൾ യാതൊരു മൈൻഡും കൊടുക്കാണ്ട് അവിടെ ഇരിക്കുക. അങ്ങനെ എന്താ ഷാനാസ് വന്ന് അപ്പം നമുക്ക് ഫാൻസിയിൽ കയറാനുണ്ടായിരുന്നു. അപ്പം ഞങ്ങളത് കയറി സാധനം വാങ്ങി. അങ്ങനെ തന്നെ നമ്മുടെ കോളേജിൻ്റെ കവാടം നമ്മളിങ്ങോട്ട് കടന്നിട്ടൊക്കെ കേട്ടോ. ശരിക്കും സത്യം പറഞ്ഞാൽ ഈ ഒരു വഴിയിലൂടെ നടക്കുമ്പോൾ ശരിക്കും ഒരു ഫോറസ്റ്റിലൂടെ നടക്കണ ആ ഒരു വൈബാണ്. ഒരു കൂളിങ്ങും അതേപോലെ തന്നെ നമുക്ക് ആ സൗണ്ട് ഉണ്ടല്ലോ, ആ ഒരു ഇതൊക്കെ ആയിട്ട് ശരിക്കും ആ ഒരു വൈബ് തന്നെ. അങ്ങനെ അത് താഴ്ന്ന് കയറുമ്പോൾ ഞാനൊരു പൊരിശത്തിരി വാങ്ങിയിട്ടോ. ഞാൻ രാവിലെ ചായ കുടിച്ചില്ലേനു. അപ്പോൾ അത് വാങ്ങി നേരെ മുകളിലേക്ക് കയറി. അപ്പോൾ ഓരോരുത്തർ ഇങ്ങനെ പെൻഡിങ് വർക്കൊക്കെ തീർക്കേണ്ട തിരക്കിലാണ്. അപ്പോൾ നമുക്കിത് ഫസ്റ്റ് പീരീഡ് ES ആയതുകൊണ്ട് ES എക്സാം ഉണ്ട്. അപ്പം ഷാനാസ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് പിന്നെ നല്ല അറിവുള്ളതിനെ കൊണ്ട് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എങ്ങനെ കാര്യം മനസ്സിലായല്ലോ. അങ്ങനെ എന്താ നമ്മൾ ഇനിയും 2 പടിയും കൂടിയും കയറാൻ പോവാണ്. ഓൾറെഡി 4 പടി കയറിയിട്ടാണ് നമ്മുടെ ക്ലാസ്സിലെത്തത്. അവിടുന്ന് പിന്നെ ESന്റെ ക്ലാസ്സിലേക്ക് വീണ്ടും നമ്മൾ 2 പടി കയറാണ്. അങ്ങനെ അവിടെ എത്തി മിസ് കുറച്ച് നോട്ട്സും കാര്യങ്ങളും തന്ന് അത് എഴുതി. പിന്നെ കുറച്ച് നോട്ട് സബ്മിറ്റ് ചെയ്യാനുള്ളവർക്ക് സബ്മിറ്റ് ചെയ്ത് പിന്നെ അതാ എക്സാം എഴുതണ ഊഴമാണ്. അപ്പോൾ ഷഹനാസ് ആദ്യം എക്സാം എഴുതി. ഓക്ക് 100ൽ 100 കിട്ടി. പിന്നെ നെക്സ്റ്റ് എൻ്റെ ഊഴമായിരുന്നു. അപ്പോൾ ഞാനും എക്സാം എഴുതി. അങ്ങനെ അതാ ഫൈനലി മഷാല എനിക്കും 100ൽ 100 കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഫുഡ് കഴിക്കാനുള്ള ടൈമായി. അപ്പോൾ നമ്മളിതാ നേരെ താഴത്തേക്ക് ഇറങ്ങി ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുകയാണ്. നമ്മുടെ ലാബിൻ്റെ ആ ഒരു ഭാഗത്താണ് ഫുഡിൻ്റെ ആ ഒരു ഇത് വരുന്നത്. അതുകൊണ്ട് ഓവർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനും കാര്യങ്ങളൊന്നുമില്ല. ലിപ്സ്റ്റിക് ഷെയ്ഡ് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് കിട്ടുക ഗൈസ്. ഞാൻ ജസ്റ്റ് കൈമലിട്ട് നോക്കിയതാണ്. അടിപൊളി സാധനം. നമുക്ക് വൈകുന്നേരമൊക്കെ ആകുമ്പോൾ നമുക്ക് ഒന്ന് ജസ്റ്റ് നമുക്ക് ലിപ്പിൽ അപ്ലൈ ചെയ്ത് നോക്കാം. അങ്ങനെ ഇതാ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയപ്പോൾ ഞങ്ങൾ ക്ലാസ്സിലുള്ള കുട്ടികളാണിത്. ഞങ്ങൾ എത്തിയിട്ടുള്ളൂ, ഇവർ ഫുഡ് കഴിക്കാൻ തുടങ്ങി ഗൈസ്. അങ്ങനെ ഇതാ ഞങ്ങളും നേരെ പോയി ചോറ് വാങ്ങി. അങ്ങനെ ഇതാ നമുക്ക് പച്ചക്കറി ഉണ്ടായിരുന്നു, ചിക്കൻ കറി ഉണ്ടായിരുന്നു, പപ്പടം, അതേപോലെ മമ്പയർ തോരന്, പിന്നെ പൈനാപ്പിൾ കിച്ചടിയോ പച്ചടിയോ അങ്ങനെ എന്തോ ഒരു സാധനം എനിക്ക് കറക്റ്റ് അറിയില്ല. പിന്നെ വഴുതനങ്ങൻ്റെ ഒരു സാധനം കൂടി ഉണ്ട്. അങ്ങനെ നമുക്ക് ഡെയിലി ഈ ഫുഡിൻ്റെ അല്ല, നമുക്ക് ഡെയിലി വേറെ വേറെ ഫുഡാണ്. മീൻ ഉണ്ടാവാറുണ്ട് ഒരു ദിവസം. അതേപോലെ ചിക്കന് ഇപ്പോൾ 2 ഡേയ്സ് ആക്കിയിട്ടുണ്ട്. സാമ്പാർ, മോര് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആണ്. അപ്പോൾ ഇന്നത്തെ ഡേ ചിക്കൻ്റെ ഡേ ആണ്. അങ്ങനെ ഇതാ ഷാനാസ് ആ സാധനം എൻ്റെ അടുത്ത് കൊണ്ടുപോയി. എനിക്ക് അത് ഇഷ്ടമില്ല, മധുരമായതുകൊണ്ട് എനിക്കിങ്ങനെ എരുവിൻ്റെ കൂടെ കഴിക്കുന്നതിനോട് താല്പര്യമില്ല, എനിക്ക് ഇഷ്ടമില്ല. അങ്ങനെ തന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി തുടങ്ങി. കുറച്ച് തോരനും കുറച്ച് ചിക്കനും കാര്യങ്ങളൊക്കെ വെച്ച് നല്ലൊരു പിടി അങ്ങോട്ട് പിടിച്ച്. ഉച്ചക്കത്തെ ഫുഡ് കറക്റ്റ് ഇപ്പോൾ നമ്മൾ ഈ കോളേജിൽ പോകാൻ തുടങ്ങിയതിന് ശേഷം കറക്റ്റ് 12 മണിക്ക് നമ്മൾ കഴിക്കും. പിന്നെ വീട്ടിലൊക്കെ ഇരിക്കുമ്പം ഈ ഒരു 12 മണിയാകുമ്പോൾ ഭയങ്കര വിശപ്പാണ്. അന്നപ്പോൾ കഴിച്ചില്ലെങ്കിൽ ഒരു വെറീസാണ്. അങ്ങനെ എന്താ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിങ്ങോട്ട് ഇറങ്ങിയപ്പോൾ നല്ല പെരും മഴ. മോർണിംഗിലൊക്കെ എന്തോ ഭയങ്കര വെയിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു മഴ എന്താ പെയ്യൂലാണ്. ബട്ട് ഫുഡ് കഴിച്ചിങ്ങോട്ട് ഇറങ്ങിയപ്പോൾ ഇതാ കാണുന്ന പെരും മഴ. അങ്ങനെ പിന്നെ ലാബിൽ കയറിയപ്പോൾ എല്ലാവരും നല്ല ചിക്കനും ഇതൊക്കെ തിന്നതിൽ മസ്തായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പം നമ്മൾ ഫോൺ വെക്കും. ലാബിൽ കയറിയാൽ ലാബിൽ നമുക്ക് ഫോൺ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നേരെ നമ്മൾ ഫോണിൽ ലോക്കറിൽ നമ്മൾ കയറ്റി വെക്കും. പിന്നെ നമ്മൾ ഈവനിങ് ക്ലാസ് കഴിയുമ്പോഴാണ് നമ്മൾ ഫോൺ എടുക്കുക. അപ്പോൾ ഇവിടെ ഒരാൾ ഇതാ ഞാൻ ഫാൻ റോട്ടിലിരിക്കുമ്പോൾ ഇസ്തിരി ഇടാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഏതോ പഴഞ്ചാക്കെന്നൊക്കെ നമുക്ക് തയ്ക്കാൻ തന്ന തുണിയാണത്. അപ്പം ഒരുവിധം ആൾക്കാരൊക്കെ ഞാനൊക്കെ തയ്ച്ച് കഴിഞ്ഞതാണ് കേട്ടോ. അപ്പോൾ എൻ്റെത് ഷാനാസിൻ്റെ ഒക്കെ ഇതുവരെയുള്ളതൊക്കെ കംപ്ലീറ്റ് ആണ്. അപ്പോൾ ഇവിടെ കുറേ ആൾക്കാർക്ക് ഇനിയും കംപ്ലീറ്റ് ആവാനുണ്ട്. അപ്പോൾ ഏതോ പഴഞ്ചാക്കിന് തുണിയൊക്കെ എടുത്ത് കൊണ്ടുപോകുന്ന പോലെയാണ് കൊണ്ടുവന്ന് ഇസ്തിരി ഇടുന്നത്. അപ്പം അവിടെ നിന്ന് നമ്മൾ പരസ്പരം എന്തൊക്കെയോ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രോളെന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു നിന്നെ ഞാൻ വൈറലാക്കും അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു കണ്ട് ഭയങ്കര കോമഡിയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ കുറച്ച് നേരം അവിടെ ഫാൻ റോട്ടിലിരുന്നു. അങ്ങനെ ഇതാ ഈവനിങ് ആയി, നമ്മുടെ ക്ലാസ് കഴിഞ്ഞു. ഞാൻ ഫോൺ എടുത്തു. അപ്പോഴത്തേക്കും ഇതാ ഷാനാസ് വേഗം ലൈറ്റും കാര്യങ്ങളൊക്കെ ഓഫ് ചെയ്തു. നമ്മൾ അവിടെ നിന്ന് വേഗം ഇറങ്ങി കേട്ടോ. അപ്പം ഞാൻ ഈ ഉച്ചക്ക് പറഞ്ഞിരുന്ന ആ ഒരു ഷെയ്ഡാണിത് കൈമൽ ചെയ്തിരുന്നത്. അപ്പം നിങ്ങൾ ഇത് എനിക്ക് ചേരുന്നുണ്ടോ ഇല്ലെന്നൊന്ന് കമൻറ്റ് ചെയ്യാം. അങ്ങനെ എന്താ പിന്നെ നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി. ഇപ്പോഴും ചിലവർക്കൊക്കെ ഫോണിൻ്റെ മുന്നിലേക്ക് വരാൻ എന്തോ ഒരു പോലാണ്. ചിലർ പാൻ്റെ കൊണ്ട് വരും, ചിലർ വരില്ല. അങ്ങനെ അതാ ഷാനാസ് ഒന്ന് വർത്താക്കൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളത് തിന്നാൻ വേണ്ടി മറന്നു പോയി. അങ്ങനെ പെട്ടെന്ന് ഓർമ്മ വന്നപ്പോൾ നമ്മളത് ബാഗിൽ നിന്ന് എടുത്ത് കഴിക്കുകയാണ്. ഈ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഇങ്ങനെയൊക്കെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് കൂടുതലുള്ളത് പോലെ. അങ്ങനെ പിന്നെ നമ്മളതൊക്കെ കഴിച്ചു. നേരെ ഷാനാസ് വൈക്ക് അങ്ങനെ പോയി. എൻ്റെ ബസ് ഇവിടെ നിന്ന് വന്നു. അങ്ങനെ ഞാൻ
നേരെ ബസ് കയറി. അങ്ങനെ അത് എനിക്ക് വേഗം സീറ്റൊക്കെ കിട്ടി കേട്ടോ. സീറ്റ് കിട്ടിക്കഴിഞ്ഞാലും ഇറങ്ങാണ്ടാണ്. ആരും കൂടുതൽ കമ്പനിയൊക്കെ ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഇങ്ങനെ ഉറക്കമൊക്കെ തൂങ്ങി ഇങ്ങനെ ഇറങ്ങും വരെ അങ്ങനെ ഇരിക്കേണ്ടി വരും. പിന്നെ മാനേജർ എത്തിയപ്പോൾ നമ്മൾ വീണ്ടും രണ്ടാമത്തെ ബസ് മാറി കയറി കേട്ടോ. മുതലക്കുളം പാളയും ആ ഒരു ഭാഗത്ത് ഭയങ്കര ബ്ലോക്കായിട്ട് കുറേ നേരം. പക്ഷെ സീറ്റ് കിട്ടിയതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ കുറേ നേരം ഇരിക്കേണ്ടി വന്നു. അങ്ങനെ ഞാൻ ഫൈനലി അവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ കുഞ്ഞു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.